നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് 7 ഏർലി മിഡീവൽ പോളിറ്റീസ് ഇൻ പെനിൻസുലർ ഇന്ത്യ 6th to 8th centuries AD എന്ന യൂണിറ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ പാഠഭാഗത്തിൽ വരുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Peninsular India refers to the region south of the Vindhyas. പെനിൻസുലർ ഇന്ത്യ നമുക്ക് വിന്ധ്യ ഭാഗത്തുള്ള സൗത്ത് ഇന്ത്യയിലെ വിന്ധ്യ ഭാഗത്തുള്ള പ്രദേശങ്ങളെ കുറിച്ചാണ് നമുക്ക് റെഫർ ചെയ്യുന്നത്. കവറിംഗ് മഹാരാഷ്ട്ര, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആൻഡ് കേരള, ഒറീസ. ഈ വിന്ധ്യ സൗത്ത് സൈഡിലുള്ള വിന്ധ്യ പ്രദേശത്ത് ഏതൊക്കെ സ്ഥലങ്ങളാണ് കവർ ചെയ്യുന്നത് പറഞ്ഞാൽ മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരള, ഒറീസ എന്നീ സ്ഥലങ്ങളെല്ലാം ഈ വിന്ധ്യ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് പെനിൻസുലർ ഇന്ത്യയിൽ. ലേറ്റർ റീജിയണൽ പോളിറ്റി ഓഫ് ദ പോസ്റ്റ് ഗുപ്ത പീരിയഡ് ഡെവലപ്പിംഗ് ആസ് എ മേജർ പൊളിറ്റിക്കൽ റീജിയൻ ഓഫ് ദ പെനിൻസുല. പിന്നീട് വരുന്ന പോളിറ്റിയിൽ പോസ്റ്റ് ഗുപ്ത പീരീഡിൽ വരുന്ന മേജർ പൊളിറ്റിക്കൽ റീജിയൻസ് എല്ലാം തന്നെ ഈ സ്ഥലങ്ങളിൽ പെടുന്നുണ്ട്. അങ്ങനെ മേജർ പോളിറ്റീസ് ഏതൊക്കെയാണ് പറഞ്ഞാൽ ഡെക്കാൻ ഇൻ മല്ലപ്രഭ, കൃഷ്ണ തുംഗഭദ്ര ഓഫ് ഗോദാവരി വാലീസ്, ചാലൂക്യാസ് ഓഫ് വദാബി 6th to 8th century AD, രാഷ്ട്രകൂടാസ് ഓഫ് മന്യകേദ 8th century to 10th century AD, ചാലൂക്യാസ് ഓഫ് കല്യാണി 10th century to 12th century, ഹൊയ്സാലാസ് ഓഫ് ദ്വാരസമുദ്ര, കാകതിയാസ് ഓഫ് വാറങ്കൽ 12th to 4th century. അതായത് ഡെക്കാനിലെ മല്ലപ്രഭയിലും കൃഷ്ണ തുംഗഭദ്ര ഏരിയയിലുള്ള ഗോദാവരി വാലിയിലും വാതാപിയിലെ ചാലൂക്യന്മാർ 6 to 8 നൂറ്റാണ്ടിലും, രാഷ്ട്രകൂടാസ് ഓഫ് മന്യകേദ 8ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെയും, ചാലൂക്യസ് ഓഫ് കല്യാണി 10ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയും, ഹൊയ്സാലാസ് ഓഫ് ദ്രാവസമുദ്ര, കാകതിയാസ് ഓഫ് വാറങ്കൽ അതായത് വാറങ്കലിലെ കാകതീയന്മാർ 12ാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ട് വരെയും അവരുടെ പ്രധാനപ്പെട്ട പോളിറ്റീസ് ഡെവലപ്പ് ചെയ്തിരുന്നു. ദ മേജർ പവേഴ്സ് ഓഫ് തമിഴ്നാട് വർ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന തമിഴ്നാടിലെ പ്രധാനപ്പെട്ട മേജർ പവേഴ്സ് ഏതൊക്കെയാണ് പറഞ്ഞാൽ പല്ലവാസ് ഓഫ് കാഞ്ചീപുരം, പാണ്ഡ്യാസ് ഓഫ് മധുരൈ, ചോളാസ് ഓഫ് തഞ്ചാവൂർ അതായത് കാഞ്ചീപുരത്തിലെ പല്ലവന്മാരും മധുരയിലെ പാണ്ഡ്യന്മാരും തഞ്ചാവൂരിലെ ചോളന്മാരും എന്ന പ്രധാനപ്പെട്ട പോളിറ്റീസ് ഉയർന്നു വന്നത്. അവര് ഈ കാലഘട്ടത്തിൽ പല്ലവാസ് ഓഫ് കാഞ്ചീപുരവും പാണ്ഡ്യസ് ഓഫ് മധുരയും ചോളാസ് ഓഫ് തഞ്ചാവൂരും ഉയർന്നു വന്നു എന്ന് പറഞ്ഞല്ലോ. അതിലെ പാണ്ഡ്യസ് ഓഫ് മധുരൈ വൈഗൈ താമരഭരണി വാലീസിലാണ് താഴ്വരയിലാണ് അവർ ഏറ്റവും കൂടുതൽ അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത്. അവർ ഏത് കാലത്താണ് ജീവിച്ചു എന്ന് പറഞ്ഞാൽ 6th to 9th century AD അവർ ജീവിച്ചിരുന്നത്. ചോളാസ് ഓഫ് തഞ്ചാവൂർ കാവേരി വാലീസ്, കാവേരി താഴ്വരയുടെ ഭാഗത്താണ് ജീവിച്ചത് 9th to 13th century AD. 9ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെയാണ് അവരുടെ കാലഘട്ടം ഉണ്ടായിരുന്നത്. ദ ചോളാസ് ദ മോസ്റ്റ് പവർഫുൾ ഓഫ് പെനിൻസുലർ പൊളിറ്റീസ്, ചോളന്മാരായിരുന്നു ഈ 3 തമിഴ്നാട് മേജർ പവേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജാക്കന്മാർ. ഓൺ ദാറ്റ് പീരിയഡ് സെവറൽ സ്മോളർ ലീനേജ് പൊളിറ്റീസ് എമർജ്ഡ്. ഈ കാലഘട്ടത്തിൽ ധാരാളം കിങ്ഡംസ് എമർജ് ചെയ്തിരുന്നു. സെവറൽ ലീനേജ് പൊളിറ്റീസ് എമർജ് സച്ച് ആസ് ഗംഗാസ്, കദംബാസ്, ബനാസ്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഗംഗാസ്, കദംബാസ്, ബനാസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ദ പീരിയഡ് to 6th to 8th centuries മാർക്സ് സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജ് ഇൻ പെനിൻസുലർ ഇന്ത്യ. അതായത് 6ാം നൂറ്റാണ്ടിനും 8ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള ഈ കാലഘട്ടം പെനിൻസുലർ ഇന്ത്യക്ക് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആണ്. ഫസ്റ്റ്ലി ഇറ്റ് വിറ്റ്നസ് സെവറൽ സ്റ്റേറ്റ്, ഈ കാലഘട്ടത്തിൽ ധാരാളം സ്റ്റേറ്റുകൾ ഉത്ഭവിച്ചു. അടുത്തത് സെക്കൻഡ്ലി ഇൻക്രീസ് ഇൻ ദ മൈഗ്രേഷൻ ഓഫ്
ബ്രാഹ്മൺ കമ്മ്യൂണിറ്റീസ്, രണ്ടാമതായിട്ട് ധാരാളം ബ്രാഹ്മൺ കമ്മ്യൂണിറ്റീസ് എമർജ് ചെയ്തു. തേർഡ്ലി, സൗത്ത് ഇന്ത്യ പ്ലേഡ് എ ലീഡിംഗ് റോൾ ഇൻ ദ സ്പ്രെഡ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ഓവർസീസ് മാരിടൈം കോണ്ടെക്സ്റ്റ്. അതായത് വടക്കേ ഇന്ത്യ വളരെയധികം ഇന്ത്യൻ സംസ്കാരവും മാരിടൈം കോണ്ടാക്റ്റും ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടമായിരുന്നു ഇത്. The sources for the history of this space are found by account of the Chinese pilgrims Fahian, Huangshan, Tenzing. അതായത് ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ചൈനീസ് പിൽഗ്രിംസ് ആയിട്ടുള്ള ഫാഹിയാൻ, ഹുയാൻസാൻ, ടൈസിങ്ങിന്റെ ഒക്കെ വിവരണങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താന്ന് പറഞ്ഞു പറഞ്ഞാൽ ദ മേജർ കിങ്ഡംസ് ആൻഡ് ദെയർ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ. പ്രധാനപ്പെട്ട രാജാക്കന്മാരും അവരുടെ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സം കോർ ഏരിയാസ് സെന്റർഡ് അറൌണ്ട് സെർട്ടൻ റിവേഴ്സ് ലൈക്ക് ദ കൃഷ്ണ, കാവേരി എക്സെട്ര. അധികം പോളിറ്റീസും എമർജ് ചെയ്തത് കൃഷ്ണ, കാവേരി അങ്ങനെയുള്ള വാലീസിന്റെ ആ ഭാഗങ്ങളിലാണ്. ദ ത്രീ ഇമ്പോർട്ടൻറ്റ് റൂളിംഗ് ലൈൻസ് ദാറ്റ് ബിക്കം വിസിബിൾ. അതിലെ പ്രധാനപ്പെട്ട റൂളിംഗ് ലൈൻസ് ആണ് നമുക്ക് വിസിബിൾ ആയിരിക്കുന്നത്. ദേ വേർ ദ പല്ലവാസ് ഹു റൂൾഡ് ഓവർ പാർട്ട് ഓഫ് ആന്ധ്ര ആൻഡ് തമിഴ്നാട്. അവര് പല്ലവാസ് എവിടെ ഭരിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആന്ധ്രയും തമിഴ്നാടിന്റെ കുറെ ഭാഗങ്ങൾ. ദ പാണ്ഡ്യാസ് ദ സൗത്തേൺ പാർട്ട് ഓഫ് തമിഴ്നാട്. പാണ്ഡ്യാസ് എവിടെയാണ് ഭരിച്ചിരുന്നത് പറഞ്ഞാൽ തമിഴ്നാടിന്റെ കുറെ ഭാഗങ്ങൾ. ചാലുക്യാസ് ഓഫ് ബദാമി ഈ നോർത്തേൺ കർണാടകയുടെ കുറെ ഭാഗങ്ങളാണ് ചാലുക്യാസ് ഭരിച്ചിരുന്നത്. പല്ലവാസ് had an important earlier beginning in early 4th century. ഇതിൽ പല്ലവാസിനാണ് 4ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഒരു നല്ല തുടക്കം കുറിച്ചത് പല്ലവാസാണ്. 4th century to 6th century the territory covered a wider area in Tamil Nadu. 4ാം നൂറ്റാണ്ടിന്റെയും 6ാം നൂറ്റാണ്ടിന്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും അവരുടെ ടെറിട്ടറി തമിഴ്നാടിന്റെ മേജർ പോർഷൻ കവർ ചെയ്തിരുന്നു. The core territory, northern part of Tamil Nadu was called Tondai Nadu. അവരുടെ കോർ ടെറിട്ടറി കവർ ചെയ്ത ഭാഗത്തെ പറയുന്ന പേരാണ് തൊണ്ടൈ നാടു. സിംഹവിഷ്ണു 550 to 80 AD takes the credit of expansion. ഈ എക്സ്പാൻഷന്റെ ക്രെഡിറ്റ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിംഹവിഷ്ണു എന്ന രാജാവിനാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 550 മുതൽ 80 AD എന്ന കാലഘട്ടത്തിലാണ്. At the same century, Chalukyas of Badami started their rule. ഈ കാലഘട്ടത്തിലാണ് ബദാമിയിലെ ചാലൂക്യന്മാർ അവരുടെ ഭരണം തുടങ്ങിയത്. ചാലൂക്യാസ് ഫൗണ്ടർ പുലികേശൻ ഫസ്റ്റ് 543 to 66 AD. ചാലൂക്യന്മാരുടെ ഫൗണ്ടർ ആയിട്ടുള്ള പുലികേശൻ ഫസ്റ്റിന്റെ കാലഘട്ടം 543 മുതൽ 66 AD കാലഘട്ടത്തിലാണ്. However, in the reign of Puligesan II 609 to 42 AD, എന്നിരുന്നാലും പുലികേശൻ സെക്കൻഡിന്റെ കാലഘട്ടം 609 മുതൽ 42 AD കാലഘട്ടത്തിലാണ്. ചാലൂക്യാസ് ടെറിട്ടറി എക്സ്പാൻഡ് ടു എ ലാർജ് എക്സ്റ്റെൻഡ്. ചാലൂക്യന്മാരുടെ ടെറിട്ടറി ലാർജ് എക്സ്റ്റെൻഡ് ആയിട്ട് നിലനിന്നിരുന്നു. Their subordinate were the Ganga rulers of സൗത്ത് കർണാടക ആൻഡ് അലപ്സ് ഓഫ് ദ വെസ്റ്റ് കോസ്റ്റ്. അവരുടെ സബോർഡിനേറ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ കീഴിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് ഗംഗാ റൂളർമാരായിട്ടുള്ള സൗത്ത് കർണാടകയിലെയും ആൽപ്സ് വെസ്റ്റ് കോസ്റ്റിലെ ആൽപ്സ് രാജാക്കന്മാർ. പുലികേശൻ സെക്കൻഡ് ട്രൈഡ് ടു കൺട്രോൾ ദ ഹോൾ ഓഫ് ഡക്കാൻ. പുലികേശൻ സെക്കൻഡ് ഡക്കാനിലെ മിക്ക ഭാഗങ്ങളും കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് 580 to 630 AD of Pallavas were contemporary. ആ സമയത്ത് പുലികേശൻ സെക്കൻഡിന്റെയും കണ്ടംപററി ആയിട്ട് പല്ലവാസ് ഭരിച്ചിരുന്ന രാജാവാണ് മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ്. They had been trying to control the delta. Pallavas capital city was Kanchipuram. Chalukya's army penetrated deep into the Pallavas territory. ചാലൂക്യന്മാരുടെ മിലിറ്ററി ആർമി നുഴഞ്ഞു കയറി എവിടേക്ക് പല്ലവ ടെറിട്ടറിയിലേക്ക് നുഴഞ്ഞു കയറുകയാണ് ഉണ്ടായത്.
After this, Puligation II put up his brother Vishnuvardhan to rule over the country and paved Chalukyas of Vingi. അതിനുശേഷം പുലികേശൻ സെക്കൻഡ് അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള വിഷ്ണുവർദ്ധനെ ഈ ഭാഗം ഭരണത്തിന് ഏൽപ്പിക്കുകയും ചാലൂക്യന്മാരുടെ ഭരണം വെങ്കിയിൽ ആരംഭിക്കുകയും ചെയ്തു. പല്ലവ കിങ് നരസിംഹൻ ഫസ്റ്റ് 630 to 68 AD, son and successor of Mahendra I, proved an equal match. ഈ സമയത്ത് പല്ലവ കിങ് നരസിംഹവർമ്മൻ 630 AD മുതൽ 68 AD വരെ ഭരിച്ച അദ്ദേഹത്തിന്റെ മകനുമായിട്ടുള്ള മഹേന്ദ്രവർമ്മനും അദ്ദേഹത്തിന് ഈക്വൽ മാച്ച് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. Pallava's force entered into Chalukyan territory at Badami. It inscribed a rock inscription of victory. അതായത് പല്ലവസിന്റെ ഫോഴ്സ് ചാലൂക്യൻ ടെറിട്ടറി ബദാമിയിൽ എൻ്റർ ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇൻസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇവിടെ റോക്ക് ഇൻസ്ക്രിപ്ഷൻ, ശിലാലിഖിതങ്ങളിൽ അവരുടെ ഭരണം, അവരുടെ വിക്ടറിയെ കുറിച്ച് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പല്ലവ കിങ് സെൻഡ് നേവി എക്സ്പെഡിഷൻ ടു ശ്രീലങ്ക ടു ഹെൽപ്പ് കിങ് പ്രിൻസ് മാനവ വർമ്മ. അതായത് പല്ലവ രാജാവ് ശ്രീലങ്കയിലെ രാജാവായിട്ടുള്ള പ്രിൻസ് മാനവവർമ്മനെ സഹായിക്കാൻ വേണ്ടി നേവി എക്സ്പെഡിഷൻ അയക്കുകയുണ്ടായി. ദ ഹോസ്റ്റലിറ്റീസ് ബിറ്റ്വീൻ ചാലൂക്യ ആൻഡ് പല്ലവാസ് ഡിസ്യൂ ചേഞ്ച് ഓൺ ടു സൈഡ്സ് വി ക്യാൻ സി. നിർണായകമായ പല മാറ്റങ്ങളും ഈ സമയത്ത് ഉണ്ടാകുകയുണ്ടായി. ചാലൂക്യ കിങ് വിജയാദിത്യ 696-733 AD and his Pallava contemporary was രാജ സിംഹ. അതായത് ചാലൂക്യ രാജാവായിട്ടുള്ള വിജയാദിത്യന്റെ കണ്ടംപററിയാണ് പല്ലവ രാജാവായിട്ടുള്ള രാജസിംഹൻ. നന്ദിവർമ്മൻ സെക്കൻഡ് 731 to 96 AD had to fight on several fronts, particularly Pandyas on south, Chalukya ruling Badami and Rashtrakutas. നന്ദിവർമ്മൻ സെക്കൻഡ് ധാരാളം യുദ്ധമുഖങ്ങൾ നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് പാണ്ഡ്യാസ് ഓഫ് തമിഴ്നാടുമായിട്ടും ചാലൂക്യന്മാരുമായിട്ടും രാഷ്ട്രകൂടാസുമായിട്ടും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടെറിട്ടറിയൻ സൊസൈറ്റി. The foregoing account may give details about medieval century. മുൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് medieval centuriesനെ കുറിച്ചാണ്. The preambles, processes of the copper plate records of this time emphasize this aspect of the warfare. ആ സമയത്ത് നടന്ന വാർഫെയറിനെ കുറിച്ച് പ്രശസ്തീസ് കോപ്പർ പ്ലേറ്റ് റെക്കോർഡ്സ് ഒക്കെ നമുക്ക് എംഫസൈസ് ചെയ്യുന്നുണ്ട്. An indirect result of the warfare was the spread of new cultural and political ideas onto the areas of tribal communities. ആ സമയത്ത് നടന്ന വാർഫെയർ എല്ലാം തന്നെ പൊളിറ്റിക്കൽ ഐഡിയാസ് എവിടെ സ്പ്രെഡ് ചെയ്യാൻ കാരണമായി ട്രൈബൽ കമ്മ്യൂണിറ്റീസ്ക്ക് ഇടയിൽ പോലും ആ സമയത്തെ യുദ്ധം കാരണമായി. Another result of the constant warfare was the migration of people seeking opportunities to new areas. പുതിയ സ്ഥലങ്ങളിലേക്ക് ആളുകളെ മൈഗ്രേറ്റ് ചെയ്യാനും അതൊരു കാരണമായി. From 7th to 8th centuries AD, several new Brahmin settlements called Brahmodaya emerged. ആ സമയത്ത് 7-8 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ധാരാളം ബ്രാഹ്മൺ സെറ്റിൽമെന്റ് ആയിട്ടുള്ള ബ്രഹ്മോദയാസ് എമർജ് ചെയ്തു. എക്സ്റ്റൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് വിത്ത് ഇറിഗേഷൻ ഫെസിലിറ്റി, ജനറൽ ടാങ്ക് ഇറിഗേഷൻ. അതായത് ആ സമയത്ത് അഗ്രികൾച്ചറൽ ലാൻഡ് ധാരാളമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇറിഗേഷൻ, അതിന് വേണ്ടി ഇറിഗേഷൻ ഫെസിലിറ്റീസും ജനറൽ ടാങ്ക് ഇറിഗേഷൻ ഫെസിലിറ്റീസ് എല്ലാം തന്നെ നടത്തുകയുണ്ടായി. സൊസൈറ്റി വാസ് നോട്ട് മച്ച് സ്ട്രാറ്റിഫൈഡ്. അതായത് സൊസൈറ്റി ഒരുപാട് സ്ട്രാറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മോസ്റ്റ് ഓഫ് ദെയർ കോപ്പർ പ്ലേറ്റ് റെക്കോർഡ്സ് ടെൽ ദാറ്റ് കിങ്സ് വർ പ്രൗഡ് ഓഫ് അപ്ലോഡിംഗ് ദ വർണ്ണ ഐഡിയോളജി. ആ സമയത്ത് കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ എന്താ പറയുന്നത് പറഞ്ഞാൽ വർണ്ണ ഐഡിയോളജി അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രാജാക്കന്മാർ, അധികം രാജാക്കന്മാർ. സൊസൈറ്റി വാസ് ആക്ച്വലി ക്ലാസിഫൈഡ് ഇൻടു 4 വർണ്ണ. സൊസൈറ്റി 4 വർണ്ണങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു.
like the inscription are found to be just professional groups ആയിട്ടും തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് herders, goldsmith, merchant, etc. Some of the professional like leather working were considered low. They coincide to the lowest level of the society. അതായത് പ്രൊഫഷൻ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരെയും തരംതിരിച്ചിരുന്നത്. ലെതർ വർക്കേഴ്സിനെ കൺസിഡർ ചെയ്തിരുന്നത് എങ്ങനെയാണ്? ലോവസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞാൽ മൊണാർക്കിക്കൽ പോളിറ്റി. ദ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫ് ദ ടൈം വാസ് എ സിമ്പിൾ കൈൻഡ്. ആ സമയത്ത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ്? സിമ്പിൾ ആയിരുന്നു. കിങ് വാസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. രാജാവായിരുന്നു ആ സമയത്തെ സ്റ്റേറ്റിന്റെ ഹെഡ്. നോർമലി കിങ്ഷിപ്പ് വാസ് ഹെറിഡിറ്ററി. രാജാക്കന്മാരുടെ കിങ്ഷിപ്പ് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതായിരുന്നു. ഇൻ ദിസ് പീരിയഡ് മാദ്രാസ് മുല്ലപ്രകൃതിസ് പ്ലേഡ് ആൻ ആക്റ്റീവ് റോൾ ഇൻ ചൂസിംഗ് കിങ്. ആ സമയത്ത് മാദ്രാസും മുല്ലപ്രകൃതിസും ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടായിരുന്നു. The king's image became lofty if he was a great warrior, intellectual like the Pallava king Mahendra I. ആ സമയത്ത് രാജാവിന്റെ സ്ഥാനം വളരെ ഉന്നതമായിരുന്നു. അതിനു പുറമെ അദ്ദേഹത്തിന് ഒരു ഗ്രേറ്റ് വാരിയറും ഇന്റലക്ച്വൽ ആയിട്ടൊക്കെയാണ് കരുതിയിരുന്നത്. ലൈക്ക് മഹേന്ദ്ര കിങ് ഫസ്റ്റ്, പല്ലവ കിങ് ഫസ്റ്റ്, മഹേന്ദ്ര ഫസ്റ്റ്. പല്ലവ രാജാവായിട്ടുള്ള മഹേന്ദ്രൻ വണ്ണിനെ ഇങ്ങനെ വാര്യരും ഇന്റലക്ച്വലും ലോഫ്റ്റിയുമായിട്ടൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണസ് കുഡ് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഇങ്ങനെ രാജാവിനെ വളരെയധികം ഉയർത്തുന്നതിൽ ബ്രാഹ്മണന്മാർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനം ഉണ്ടായിരുന്നു. പെർഫോമൻസ് ഓഫ് വേദിക് റിച്വൽസ് സച്ച് ആസ് ഹിരണ്യഗർഭ, അഗ്നിശോമ, അശ്വമേധ എക്സെട്ര വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് അവന്യൂ. അതായത് ധാരാളം വേദിക് റിച്വൽസ് ഉണ്ടായിരുന്നു. ഹിരണ്യഗർഭ, അഗ്നിശോമ, അശ്വമേധ മുതലായവയെല്ലാം ഉണ്ടായിരുന്നു. ദ പല്ലവാസ് റൂളേഴ്സ് ആക്ച്വലി ക്ലെയിംഡ് ബ്രാഹ്മ ക്ഷത്രിയ സ്റ്റാറ്റസ്. പല്ലവ റൂളേഴ്സ് ബ്രാഹ്മണ ക്ഷത്രിയ സ്റ്റാറ്റസിന് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അമേത്യ ഓർ മന്ത്രി ഹു ഈസ് എ മിനിസ്റ്റർ. അമേത്യ അല്ലെങ്കിൽ മന്ത്രി ഒരു മിനിസ്റ്റർ ആയിട്ടാണ് അദ്ദേഹത്തെ കരുതിയിരുന്നത്. സേനാധിപതി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് മിലിറ്ററി ലീഡർ. മിലിറ്ററി ലീഡറിനെയാണ് നമ്മൾ സേനാധിപതി എന്ന് പറയുന്നത്. അജനപതി പറഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ. എക്സാമ്പിൾ, നന്ദിവർമ്മൻ സെക്കൻഡ് ഹാഡ് ലോങ് റെയിൻ. അതായത് നന്ദിവർമ്മൻ സെക്കൻഡ് നീണ്ട ഒരു പ്രദേശമാണ് അദ്ദേഹത്തിന് കീഴിലുണ്ടായിരുന്നത്. ഉദയചന്ദ്ര വൺ ഓഫ് കിങ്സ് ഫ്യൂ റോയൽ ഓഫീസർ ഹു ഹെൽപ്പ് ദ കിങ് ഇൻ സെവറൽ ബാറ്റിൽ. അദ്ദേഹത്തിന് ഉദയചന്ദ്ര എന്ന ഒരു ലോയൽ ഓഫീസർ വളരെയധികം യുദ്ധത്തിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ് ഹാഡ് സം ടൈപ്പ് ഓഫ് സ്റ്റാൻഡിംഗ് ആർമി. എല്ലാ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡിംഗ് ആർമി ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ ഡിവൈഡ് ഇൻറ്റു ആഹാര, വിഷയ, രാഷ്ട്ര ആൻഡ് നാട്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ എങ്ങനെയാണ് പറഞ്ഞത്? ആഹാര, വിഷയ, രാഷ്ട്ര, നാടു എന്നീ വിധത്തിലായിരുന്നു. There were some officials in charge of the division called വിഷയപതി, രാഷ്ട്രപതി, നാടുവിയാപൻ. അതായത് ആ ഓഫീസേഴ്സിനെ ഇൻചാർജ് എടുത്തിരുന്നത് അവരെ വിളിച്ചിരുന്നത് വിഷയപതി, രാഷ്ട്രപതി, നാടുവിയാപൻ എന്ന പേരിലായിരുന്നു. വില്ലേജ് വാസ് ദ ലോവസ്റ്റ് ടെറിട്ടോറിയൽ യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റ് എന്നറിയപ്പെടുന്നത് വില്ലേജ് ആയിരുന്നു. വില്ലേജ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ആർ അവൈലബിൾ ഓൺലി ഫ്രം റെക്കോർഡ്സ് ഓഫ് 18th century AD. വില്ലേജ് ലെവൽ അഡ്മിനിസ്ട്രേഷന്റെ റെക്കോർഡ് നമുക്ക് ലഭിക്കുന്നത് 8ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിലാണ്. നമുക്ക് ഗമുണ്ട ഈസ് ഫൗണ്ട് ആസ് എ വില്ലേജ് ഓഫീസർ ഇൻ ചാലൂക്യ ഏരിയ. ഈ കാലഘട്ടത്തിൽ ചാലൂക്യ ഏരിയയിൽ ഗമുണ്ട എന്നാണ് വില്ലേജ് ഓഫീസർ എന്ന് അറിയപ്പെടുന്നത്. The local administration group is called Mahajana. There found Sabha or Ur. ആ കാലഘട്ടത്തിൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഗ്രൂപ്പിന് മഹാജന എന്ന പേരിലും അവരുടെ സഭ ഊർ എന്ന പേരിലും അവരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. The account
കർണിക വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് വില്ലേജ് ഓഫീസർ. അവിടുത്തെ വില്ലേജ് ഓഫീസർ എന്ന് അറിയപ്പെടുന്നത് കർണിക എന്ന പേരിലാണ്. ഇൻ ആൾ ദ സ്റ്റേറ്റ് ഹാഡ് സം സോർട്ട് ഓഫ് റവന്യൂ സിസ്റ്റം. എല്ലാ സ്റ്റേറ്റിലും ഒരു പ്രത്യേക തരത്തിലുള്ള റവന്യൂ സിസ്റ്റം ഉണ്ടായിരുന്നു. ദ റവന്യൂ ഓഫീസേഴ്സ് വാസ് കാൾഡ് നിലൈക്കലം ഇൻ ദ പല്ലവ കിങ്ഡം. ഈ പല്ലവ കിങ്ഡത്തിലെ റവന്യൂ ഓഫീസ് അറിയപ്പെടുന്നത് നിലൈക്കലം എന്ന പേരിലാണ്. ലാൻഡ് ടാക്സ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് സ്റ്റേറ്റ് റവന്യൂ. സ്റ്റേറ്റ് റവന്യൂവിലേക്കുള്ള പ്രധാനപ്പെട്ട വരുമാന മാർഗം ലാൻഡ് ടാക്സ് ആയിരുന്നു. ടാക്സ് ഓൺ ഗോൾഡ് സ്മിത്ത്, ബ്രേസിയേഴ്സ്, ഓയിൽ മോങ്കേഴ്സ്, വീവേഴ്സ്, കാറ്റിൽ കീപ്പേഴ്സ്, അന്റോണി ടാപ്പേഴ്സ് ആർ മെൻഷൻഡ് ഇൻ ദ ഇൻസ്ക്രിപ്ഷൻ. ഇൻസ്ക്രിപ്ഷനിൽ എന്തൊക്കെ തരം ടാക്സ് ആണ് നമ്മൾ ഈടാക്കേണ്ടി വന്നത്? ഗോൾഡ് സ്മിത്ത്, സ്വർണ്ണപ്പണിക്കാരിൽ നിന്നും, മൂശാരിയിൽ നിന്നും, എണ്ണ വ്യാപാരികളിൽ നിന്നും, നെയ്ത്തുകാരിൽ നിന്നും, പശുപാലകരിൽ നിന്നും, കള്ളുചെത്തുകാരിൽ നിന്നും ഒക്കെ ചെറിയ തരത്തിലുള്ള ടാക്സ് ഈടാക്കിയിട്ടുണ്ടായിരുന്നു. ദർ വാസ് എ ടാക്സ് ഓൺ മാരേജ് ആൻഡ് ഹൗസസ്. കല്യാണ ആവശ്യങ്ങളിലേക്കും വീടുകളിൽ നിന്നൊക്കെ ചെറിയ തരത്തിലുള്ള ടാക്സ് പിരിച്ചിട്ടുണ്ടായിരുന്നു. സെയിൽസ് ടാക്സ് ആണ് ടോൾസ് വർ കളക്ട് ഇൻ മാർക്കറ്റ് ആൻഡ് റോഡ്സ്. അതായത് സെയിൽസ് ടാക്സ് എന്ന പേരിൽ മാർക്കറ്റുകളിൽ നിന്നും റോഡിൽ നിന്നും നികുതി പിരിച്ചിരുന്നു. സാൾട്ട് മാനുഫാക്ചറിംഗ് വാസ് എ സ്റ്റേറ്റ് പ്രിയോറോഗേറ്റീവ്. സാൾട്ട് മാനുഫാക്ചറിന് ഒരു പ്രത്യേക അവകാശം ഉണ്ടായിരുന്നു. ദർ വാസ് എ ലിമിറ്റഡ് സർക്കുലേഷൻ ഓഫ് കോയിൻസ് ഇഷ്യൂഡ്. അതായത് കോയിൻസ് ഇഷ്യൂ ചെയ്തിരുന്നത് വളരെയധികം ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ദ ഗവൺമെന്റ് വാസ് ടു പ്രൊവൈഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ഗവൺമെന്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ പല്ലവാസ് ടു പ്രൈഡ് ഇൻ റീക്ലെയിമിംഗ് ഫോറസ്റ്റ് ലാൻഡ്. The building of temples, towns may have been in the personal interest of the king. അതായത് അമ്പലം പണിയുന്നത്, ടൗൺ പണിയുന്നതൊക്കെ രാജാവിൻ്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാഞ്ചീപുരം ഇൻ തമിഴ്നാട്, ബദാമി ഇൻ നോർത്തേൺ കർണാടകയിലൊക്കെ രാജാക്കന്മാരുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിലാണ് പണിതത്. പാട്രോണൈസ്ഡ് ആൾ റിലീജിയൻ ആൻഡ് കൾട്സ് ഇൻ ദ കൺട്രി. രാജ്യത്ത് എല്ലാ മതങ്ങളെയും ഇന്നവരെ ഇന്ന മതങ്ങളെ ഫോളോ ചെയ്യാൻ പാടില്ല, ഇന്നതേ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ മതങ്ങളെയും പാട്രോണൈസ് ചെയ്തിരുന്നു. കിങ്സ് കോർട്ട് അധികാരം ആൻഡ് ദ ലോക്കൽ ലെവൽ ധർമ്മശാസന. അതായത് രാജാവിൻ്റെ കോർട്ടിൽ അധികാരം വളരെയധികം ഫേമസ് ആയിരുന്നു. ഇൻ മട്ടവിലാസ പ്രഹസനം റിട്ടൺ ബൈ പല്ലവ കിങ് മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ്. മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് ഇതിൻ്റെ കാലഘട്ടത്തിൽ, അതായത് 590 630 ADക്കുമുള്ള മഹേന്ദ്രവർമ്മൻ ഫസ്റ്റിന്റെ മട്ടവിലാസ പ്രഹസനത്തിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ, സംടൈം ജസ്റ്റിസ് നോട്ട് ഇംപാർഷ്യൽ, റിച്ച് പീപ്പിൾ കുഡ് ഇൻഫ്ലുവൻസ് ദ ജഡ്ജസ്. ചില സമയത്ത് ധാരാളം കാശും ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളവര് ജഡ്ജസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് പറയുന്നത്? പൊളിറ്റിക്കൽ പ്രോസസ് ബിറ്റ്വീൻ ദ 6th to 8th centuries AD. പൊളിറ്റിക്കൽ പ്രോസസ്സ് എങ്ങനെയാണ് പറയുന്നത്? 6ാം നൂറ്റാണ്ട് 8ാം നൂറ്റാണ്ടിൻ്റെ ഇടയിലുള്ള പൊളിറ്റിക്കൽ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ട്രഡീഷണൽ ഹിസ്റ്റോറിയോഗ്രഫി വാസ് ആൻ എംപിരിക്കലി കോംപ്രഹെൻസീവ് ബട്ട് ഫെയിൽഡ്. ഹിസ്റ്റോറിയോഗ്രഫി ട്രഡീഷണൽ ആയിട്ട് എംപിരിക്കലി സമഗ്രപരമായിട്ടാണെങ്കിലും അത് ഫെയിൽഡ് ആണ്. ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ എക്കണോമിക് പ്രോസസ്, സോഷ്യൽ ഫോർമേഷൻ വി ക്യാൻ സി എമേർജ് ഓഫ് എ സ്റ്റേറ്റ് സിസ്റ്റം. ഈ കാലഘട്ടത്തിൽ സ്റ്റേറ്റ് സിസ്റ്റം എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്, പൊളിറ്റിക്കൽ സോഷ്യോ എക്കണോമിക് ഫോർമേഷനിലൂടെ എങ്ങനെയാണ് സ്റ്റേറ്റ് സിസ്റ്റം വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. Monarchy as a major institution of political organization developed in the Deccan under these dynasties, which followed Gupta polities in North India and followed contemporary Bagadas, Kadambas, Vishnugudis and Pallavas. അതായത് രാഷ്ട്രീയപരമായും സാമൂഹികപരമായും സാമ്പത്തികപരമായും ഗുപ്താസ് 5 നൂറ്റാണ്ട് കഴിഞ്ഞ് ഗുപ്താസ് ഫോളോ ചെയ്തിട്ട് അതിൻ്റെ മുൻപിൽ
ബഗാഡാകാസും കാദംബസും വിഷ്ണുകുടീസും പല്ലവാസും എങ്ങനെയൊക്കെയാണ് അത് ഫോളോ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. These kings followed primogeniture, അതായത് രാജാക്കന്മാർ പൂർവ്വ പിതൃത്വമാണ് ഫോളോ ചെയ്തിരുന്നത്. The regional differences between the Deccan kingdom and the Tamil monarchies exist. റീജിയണൽ ഡിഫറൻസ് എന്തൊക്കെയാണ് പറഞ്ഞാൽ തമിഴ് കിങ്ഡത്തിനും ഡെക്കാൻ കിങ്ഡംസിനും ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആൾസോ സിഗ്നിഫിക്കൻസ് വേർ ദ ജിയോഗ്രഫിക് ആൻഡ് ടോപ്പോഗ്രഫിക് ഡിഫറൻസ് ഇൻ ടു മേജർ റീജിയൻസ് ഓഫ് പെനിൻസുലർ ഇന്ത്യ. അതായത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായും ഭൂപ്രകൃതിപരമായും ഡെക്കാനും തമിഴ് റീജിയനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. വിച്ച് ലെഡ് ടു സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ ഇൻ ദ സോഴ്സ് ഓഫ് ബേസിക്സ് കിങ്ഡംസ് വിച്ച് എമർജ് ടു സോഴ്സ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള കിങ്ഡംസ് ഉത്ഭവിക്കാൻ അത് കാരണമായി. ഡെക്കാൻ പ്ലേറ്റിൽ ഏതൊക്കെ രാജാക്കന്മാർ, അതായത് ഏതൊക്കെ മൊണാർക്കീസോ കിങ്ഡംസ് ആണ് നമുക്ക് ഉയർന്നതെന്ന് നമുക്ക് നോക്കാം. ഡെക്കാൻ ഈസ് മാർക്ക്ഡ് ബൈ റിലേറ്റീവ്ലി ലെസ് കണ്ടിന്യൂസ് അഗ്രികൾച്ചർ റിസോഴ്സ്. അത് ഡെക്കാൻ കാർഷികപരമായി മുന്നേറിയിട്ടുണ്ടെങ്കിലും കുറച്ച് കുറവാണ് അവരുടെ അഗ്രികൾച്ചറൽ സോഴ്സ്. ഇറ്റ് ഹാഡ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ക്രാഫ്റ്റ് ഓർഗനൈസേഷൻ. ഇവിടെ ധാരാളം ട്രേഡിംഗ് ആക്ടിവിറ്റീസും ക്രാഫ്റ്റ് ഓർഗനൈസേഷനുമാണ് മുൻഗണന നൽകിയിരുന്നത്. The Deccan kingdoms of the Chalukyas and Rashtrakutas were based on the Brahmanical socio-polity. ഈ ഡെക്കാൻ കിങ്ഡംസിലെ രാഷ്ട്രകൂടാസും ചാലൂക്യാസും ഒക്കെ ബേസ് ചെയ്തിരിക്കുന്നത് ബ്രാഹ്മണിക്കൽ സോഷ്യൽ പോളിറ്റിക് ആണ്. There were centralized taxation system, hierarchically organized bureaucracy. ഉദ്യോഗസ്ഥ മേധാവിത്വവും ശ്രേണിപരമായ ടാക്സേഷനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. There was no proper standing army. അവിടെ കൃത്യമായ ഒരു സ്റ്റാൻഡിംഗ് ആർമി ഉണ്ടായിരുന്നില്ല. മഹാസന്ധി വിഗ്രഹാസും മഹാദണ്ഡനായകാസും were appointed by kingsmen. രാജാവിനോട് ബന്ധപ്പെട്ട ആളുകളും മഹാസന്ധി വിഗ്രഹാസിനെയും മഹാദണ്ഡ നായകാസിനെ അപ്പോയിന്റ് ചെയ്യുന്നതായിരുന്നു. ഗവൺമെന്റ് ലോക്കൽ ലെവൽസ് ആർ കാൾഡ് വിഷയ, രാഷ്ട്ര ആൻഡ് ദേശ ആൻഡ് ദെയർ റെസ്പെക്റ്റീവ്. ഗവൺമെന്റ് ലോക്കൽ ലെവൽസ് അറിയപ്പെടുന്നത് വിഷയ, രാഷ്ട്ര ആൻഡ് ദേശ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവരുടെ ഹെഡ് അറിയപ്പെട്ടിരുന്നത് വിഷയപതി, ദേശാധികാരി എക്സെട്ര. ദ ഗ്രാമ ഓർ ദ വില്ലേജ് വാസ് റൺ ബൈ മഹാജന. അതായത് വില്ലേജ് റൺ ചെയ്തിരുന്നത് മഹാജനാസ് എന്ന പേരിലാണ്. ഇനി നമുക്ക് അടുത്ത ഏരിയ തമിഴ് കിങ്ഡംസിനെ കുറിച്ച് നമുക്ക് നോക്കാം. തമിഴ് കിങ്ഡംസ്. ദ പല്ലവാസ് ഓഫ് കാഞ്ചീപുരം റൂൾഡ് ഓവർ നോർത്തേൺ പാർട്ട് ഓഫ് തമിഴ്നാട്. കാഞ്ചിയിലുള്ള പല്ലവന്മാര് തമിഴ്നാടിന്റെ നോർത്തേൺ പാർട്ടാണ് ഭരിച്ചിരുന്നത്. ഹിസ്റ്റോറിക്കൽ നോൺ ആസ് തൊണ്ടൈ മണ്ഡലം. ചരിത്രപരമായി അവർ അറിയപ്പെടുന്നത് തൊണ്ടൈ മണ്ഡലം എന്ന സ്ഥലത്താണ് അറിയപ്പെടുന്നത്. ചെങ്കൽപ്പട്ടു, നോർത്ത് ആർക്കോട്ട്, സൗത്ത് ആർക്കോട്ട്, പോണ്ടിച്ചേരി ആൻഡ് പാർട്ട് ഓഫ് ചിറ്റൂർ ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ്, ഈ ഭാഗങ്ങളിലൊക്കെ പല്ലവന്മാർ അവരുടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ദ പാണ്ഡ്യാസ് റൂൾഡ് ഓവർ സൗത്തേൺ പാർട്ട് ഓഫ് തമിഴ്നാട്. പാണ്ഡ്യന്മാർ എവിടെ ഭരിച്ചെന്ന് പറഞ്ഞു പറഞ്ഞാൽ സദേൺ പാർട്ട് ഓഫ് തമിഴ്നാടിലാണ്. വൈഗൈ, താമരഭരണി വാലീസിലാണ് അവര് ഭരിച്ചിരുന്നത്. മധുരൈ, രാമനാഥപുരം, തിരുനെൽവേലി, കന്യാകുമാരി ഡിസ്ട്രിക്ട് മുതലായവയിലൊക്കെ അവർ ഭരിച്ചിട്ടുണ്ടായിരുന്നു. ബോത്ത് ദ കിങ്ഡംസ് വർ ബ്രാഹ്മണിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ഐഡിയോളജി. ഈ രണ്ട് രാജവംശങ്ങളും ബ്രാഹ്മണിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ ബേസ് ചെയ്തിട്ടാണ് ഭരിച്ചിരുന്നത്. ദ പല്ലവാസ് അഡ്മിനിസ്ട്രേറ്റീവ് മിഷണറി സജാസ്, അമേത്യാസ്, രാഷ്ട്രികാസ്. അവരുടെ അഡ്മിനിസ്ട്രേഷൻ മിഷണറി എങ്ങനെയാണ് പറഞ്ഞാൽ അമേത്യ, രാഷ്ട്രിക എന്നീ അഡ്മിനിസ്ട്രേറ്റീവിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. വയ്യൽ കെൽപ്പർ ഹു ടുക്ക് ദ കിങ്സ് ഓർഡർ. രാജാവിന്റെ ഓർഡർ ഒക്കെ നടത്തിയിരുന്നത് വയ്യൽ കെൽപ്പർ ആയിരുന്നു. കോശാധികക്ഷ മണിക്യ പണ്ടാരം, ഹെഡ് ഓഫ് ദ കോശ ബന്ദ്ര. They were ranked officers. രാജാവിന്റെ റാങ്ക്ഡ് ഓഫീസേഴ്സ് ആയിരുന്നു കോശാധികക്ഷിയും മണിക്യ പണ്ടാരും.
Nandivarman II created a Brahmodaya with royal sanction. Nandivarman second ബ്രഹ്മോദയന്റെ റോയൽ സാങ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ആൻഡ് പാർട്ടിസിപ്പേറ്റഡ് ആസ് വിജ്ഞപതീസ് പെറ്റീഷണേഴ്സ് ആൻഡ് അജ്നപതീസ് എക്സിക്യൂട്ടീവേഴ്സ് ടു ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം. അതായത് ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റത്തിൽ തന്നെ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ആയിട്ടുള്ള വിജ്ഞപതീസും അജ്നപതീസും ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാണ്ഡ്യ കിങ്ഡത്തിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. Pandya kingdom of the same period was similar to that of the Pallavas in all respect. ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ തന്നെ പാണ്ഡ്യ കിങ്സ് എലാബറേറ്റ് ചെയ്തിരുന്ന കാലഘട്ടമായിരുന്നു. പാണ്ഡ്യാസ് വർ ആൻ ഇൻഡിജിനിയസ് റൂളിംഗ് ഫാമിലി. അവർ തദ്ദേശപരമായിട്ടുള്ള ഒരു റൂളിംഗ് ഫാമിലി ആയിരുന്നു. ദേ വർ ക്ലെയിമിംഗ് ഡീസെന്റ് ഫ്രം ശിവ ആൻഡ് ലൂണാർ ലീനേജ്. ചന്ദ്രവംശത്തിലെ ശിവഭക്തന്മാരായിട്ടുള്ളവരായിരുന്നു പാണ്ഡ്യ രാജാക്കന്മാർ. The Pandyas also claimed to be performers of Vedic sacrifice made Mahadanas. അവര് വേദിക് സാക്രിഫൈസ് ആയിട്ടുള്ള മഹാദാനസ് ക്ലൈം ചെയ്തിട്ടുണ്ടായിരുന്നു. They also achieved a socio-political organization like the Brahmodaya and temple acted as integrative institution and reconstructing economics, society and polity. അവര് സം സോഷ്യോ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ബ്രഹ്മോദയ ഇലാബറേറ്റ് ചെയ്തിട്ട് ടെമ്പിൾ ആക്ടിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രഹ്മോദയ അവർ കുറച്ചും കൂടി ഉയർച്ചയിലേക്ക് കൊണ്ടുവന്ന ആ കാലഘട്ടമായിരുന്നു അവരിതെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതിന്റെ പാഠഭാഗത്തിന്റെ തുടർച്ചയായി തന്നെ പ്രൊവൈഡ് ക്രോണോളജിക്കൽ ടേബിൾസ് റീഡ് ഇറ്റ് ക്ലിയർഫുള്ളി. അതായത് നമുക്ക് ക്രോണോളജിക്കലി കുറെ രാജാക്കന്മാരുടെ പേരും അവരുടെ ഇയറും ഒക്കെ തന്നിട്ടുണ്ട് ഈ പാഠഭാഗത്തിന്റെ അവസാനത്തിൽ. അത് നന്നായി വായിച്ചു നോക്കിയിട്ട് നമുക്ക് എക്സാമിന് ഏതെങ്കിലും വിധത്തിൽ അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ആ പാഠഭാഗം നമ്മൾ നന്നായി വായിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.